Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിലിക്കൺ ജർമേനിയം സ്ട്രെയിൻഡ് ഹെറ്ററോസ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ഹെറ്ററോസ്ട്രക്ചേഴ്സ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അതിനകത്ത് ആദ്യത്തേത് മോഡുലേഷൻ ടോപ്ഡ് ഹെറ്ററോസ്ട്രക്ചേഴ്സ് നോക്കി. അടുത്തത് എന്താണ് സിലിക്കൺ ജർമേനിയം സ്ട്രെയിൻഡ് ഹെറ്ററോസ്ട്രക്ചേഴ്സ്. അപ്പോൾ സ്ട്രെയിൻഡ് ഹെറ്ററോസ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും the major difference is രണ്ടിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറ്റിസ് കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമ്മൾ ഈ ലാറ്റിസ് കോൺസ്റ്റന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ അതിനകത്ത് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വേരിയേഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അത് കാരണമാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രെയിൻഡ് ഹെറ്ററോസ്ട്രക്ചർ എന്ന് പറയുന്നത്. The silicon germanium heterojunctions did not attract too much attention because of the large lattice constant difference between silicon and germanium. മനസ്സിലായല്ലോ, സിലിക്കൺ ആൻഡ് ജർമേനിയം തമ്മിൽ നല്ല ലാറ്റിസ് ഡിഫറൻസ് ഉണ്ടാവും. സോ അത് കാരണം എന്ന് വെച്ചാൽ വിച്ച് അമൗണ്ട്സ് ടു അബൌട്ട് 4% ആണ്. അപ്പോൾ ഏകദേശം ഒരു 4% ലാറ്റിസ് ഡിഫറൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ഇത് കൂടുതൽ യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രമാണ്. The critical thickness must not be surpassed else the structure break off. And the energy gap of silicon എന്ന് പറയുന്നത് 1.12 electron volt and germanium എന്ന് പറയുന്നത് 0.06 electron volt. So which is fairly small, and the height of the barrier which appears at the interface should always be small. And the major applications are they are used in several fields such as high frequency transistors and IR detectors use ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് സിലിക്കൺ ജർമേനിയം സ്ട്രക്ചർ. സിലിക്കൺ ഇവിടെ സിലിക്കൺ ആണ്, ഇതിന്റെ ഇടയിൽ എന്താണ് സിലിക്കൺ ജർമേനിയം, അതായത് Si1 - X ജർമേനിയം എക്സ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണ്. ഓക്കെ, ഇനി since silicon germanium are strained, the degeneracy of the heavy and light hole bands is lifted and the band structure show similar features. ഇതാണ് നമ്മുടെ സിലിക്കൺ ജർമേനിയം ഹെറ്ററോസ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടിന്റെയും ലാറ്റിസ് കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ തമ്മിലുള്ള ഒരു കണക്ഷൻ നേരത്തെ പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. സോ ആ ഒരു വിഷയമാണ് ഇതിനകത്തുള്ളത്, സ്ട്രെയിൻഡ് ഹെറ്ററോജംഗ്ഷൻസിനകത്തുള്ളത്. ഇനി എന്താണ് സ്ട്രെയിൻഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻഡ് ലെയേഴ്സ് നോക്കാം. The quality of an interface between the two materials depends on the relative size of the lattice constant. And the lattice constant refers to the physical dimension of the unit cell in a crystal lattice. അപ്പോൾ ലാറ്റിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണിഫോം ഡയമെൻഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ക്രിസ്റ്റൽ ഹാവിംഗ്, നമുക്കറിയാം ഒരു ക്രിസ്റ്റലിൽ നമുക്ക് നോർമലി 3 ഡയമെൻഷൻസ് ഉണ്ട്. ആ 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ABC അല്ലെങ്കിൽ XYZ നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഓരോ ഡയമെൻഷനിലും എനിക്ക് എന്തുണ്ടാവും, ഒരു ലാറ്റിസ് കോൺസ്റ്റന്റ് ഉണ്ടാവും. If the lattice constant are very similar, no stress is required to in order to join the two material. But suppose അതാണ് നമ്മുടെ മോഡുലേഷൻ ഡോപ്റ്റർ കേസ്. But in the case of silicon germanium heterostructure, lattice constant difference എന്ന് പറയുന്നത് എത്രയാണ്? It is about 4% difference under. So those having lattice constant less than 1% requires no stress, and greater than 1 ന് നമ്മൾ എന്ത് കൊടുക്കണം, അതായത് രണ്ട് സബ്സ്ട്രേറ്റിന്റെയും, അതായത് സിലിക്കണും ജർമേനിയം, ആ തമ്മിലുള്ള സബ്സ്ട്രേറ്റിന്റെ കറസ്പോണ്ടിങ് ലാറ്റിസ് കോൺസ്റ്റന്റുകൾ തമ്മിൽ ഒരു 1% ഡിഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യേണ്ട. അതിൽ കൂടുതൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എക്സ്റ്റേണൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, ഹെറ്ററോസ്ട്രക്ചർ ആണ് ഇത് സിലിക്കൺ ജർമേനിയം സ്ട്രെയിൻഡ് ഹെറ്ററോസ്ട്രക്ചർ എന്ന് പറയുന്നത്. This strained layer shows new effects that are useful for various optoelectronic applications. Let a layer of lattice constant നമ്മൾ assume ചെയ്യാണ്. Let a layer of lattice constant AL is grown on a substrate of lattice constant AS. അതായത് AS എന്ന് പറയുന്ന ഗാലിയം ആണെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ലെയർ നമ്മൾ ഗ്രോ ചെയ്യാന്ന് വെച്ചാൽ, അതായത് രണ്ട് ഡിഫറെന്റ് ലാറ്റിസ് കോൺസ്റ്റന്റിലുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എപ്സിലോൺ ഈക്വൽ ടു AL - AS ഡിവൈഡഡ് ബൈ AS. ഈ ഒരു സ്ട്രെയിൻ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ രണ്ടും തമ്മിൽ എന്തുണ്ടാവുള്ളൂ, ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഒരു സിലിക്കൺ സ്ട്രെയിൻഡ് ഹെറ്ററോ സ്ട്രക്ചേഴ്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെയർ സിലിക്കണും അടുത്ത ലെയർ എന്താണ്, സിലിക്കൺ ജർമേനിയം സ്ട്രെയിൻഡ് ലെയേഴ്സും ആണ്. ഇനി
ഒരു രണ്ട് typical examples of silicon germanium heterostructures ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? corresponding energy band diagram, അതിന്റെ corresponding energy versus wave vector graph ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അതിന്റെ conduction band, ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ടിന്റെ ഇടയിൽ ഇത് നമ്മുടെ വാലൻസ് ബാൻഡ് ആണ്. വാലൻസ് ബാൻഡ് തന്നെ രണ്ട് രീതിയിലുള്ള വാലൻസ് ബാൻഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹെവി ഹോൾ വാലൻസ് ബാൻഡും ലൈറ്റ് ഹോൾ വാലൻസ് ബാൻഡും. ഇനി തമ്മിലുള്ള എനർജി ഈ ഒരു ഒറിജിൻ വേവ് വെക്ടറിന്റെ ഇവിടം തൊട്ടുള്ള എനർജി ഡിഫറൻസിനെ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് പറയും? സ്പ്ലിറ്റ് ഓഫ് എനർജി എന്നും പറയും. ഓക്കെ, ഇനി ആ ഒരു സ്ട്രെയിൻഡ് സ്ട്രക്ചേഴ്സിന്റെ കറസ്പോണ്ടിങ് ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എനർജി ബാൻഡ് ഇത് എനർജി ബാൻഡ് ഡയഗ്രാം അല്ലെങ്കിൽ എനർജി വേവ് വെക്ടർ ഡയഗ്രാം. ഇനി ആ സിലിക്കൺ ജർമേനിയം ഹെട്രോ സ്ട്രക്ചേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് വൺ ഇവിടെ ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് സിലിക്കൺ ജർമേനിയം ആണ്. അപ്പോൾ സിലിക്കൺ ജർമേനിയം ആക്റ്റീവ് ലെയർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് 001 അലൈൻമെന്റിലുള്ള സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഫസ്റ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ഏത് മോഡലുള്ള സിലിക്കൺ ആണ്? 001 അലൈൻമെന്റിലുള്ള സിലിക്കൺ ആണ്. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.17 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻഡ് ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത് സിലിക്കൺ ജർമേനിയം ലെയർ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിലിക്കൺ, ഇതെന്ന് പറയുന്നത് എന്താണ്? സിലിക്കൺ സ്ട്രെയിൻഡ് ആക്റ്റീവ് ലെയർ, സിലിക്കൺ ജർമേനിയം ലെയർ. In this case, the conduction band offset is smaller compared to the valence band offset. അപ്പൊ ഈ ഒരു കേസിൽ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഈ ഒരു കേസിൽ കണ്ടക്ഷൻ ബാൻഡ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡ് ഓഫ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വാലൻസ് ബാൻഡിന്റെ ഡിഫറൻസ് എത്രയാണ്? അല്ലെങ്കിൽ അതിന്റെ എനർജി ഗ്യാപ്പ് എത്രയാണ്? +0.21. ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? -0.11 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്മോളർ കമ്പയർഡ് ടു വാലൻസ് ബാൻഡ് ഓഫ്സെറ്റ്. Here the electron mobility എന്ന് പറയുന്നത് 2 meter square volt inverse second inverse ആണ്. It is half to that of a typical MOSFET structure. Okay. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് here the situation is reversed. അവിടെ നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ സ്ട്രെയിൻഡ് ലെയർ നമ്മൾ സിലിക്കൺ ജർമേനിയം ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ സ്ട്രെയിൻഡ് ലെയർ ഏതായിട്ടാണ് യൂസ് ചെയ്യുന്നത്? സിലിക്കൺ ആണ് സ്ട്രെയിൻഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ സിലിക്കണും ഇത് സിലിക്കൺ ജർമേനിയം ആയിരുന്നു. അപ്പൊ ഈ സിലിക്കൺ ജർമേനിയം സ്ട്രെയിൻഡ് ലെയർ ആക്റ്റീവ് ലെയറും ഇത് നോർമൽ ലെയറും ആയിരുന്നു. ഇപ്പൊ നമ്മൾ തിരിച്ചു വെച്ചു. ഇതെന്താണ്? ഈ സിലിക്കൺ ഇവിടെ സിലിക്കണും ഇവിടെ സിലിക്കൺ ജർമേനിയം, ഈ സിലിക്കൺ ആണ് എന്ത്? ആക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഹിയർ ദ കണ്ടക്ഷൻ ബാൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഫെയർലി ലാർജ്. നേരത്തെ എന്തായിരുന്നു? കുറവായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫെയർലി ലാർജ് കമ്പയർഡ് ടു ബാലൻസ് ബാൻഡ്. അതേപോലെ ഈ കേസിൽ ഇലക്ട്രോൺ മൊബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ 2 meter square per volt second ആയിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് 20 meter square per volt second. So which is several times larger than that of MOSFET. Okay. ഇനി one of the major application is നമ്മൾ ഇത് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? BJT bipolar silicon transistors യൂസ് ചെയ്യുന്നുണ്ട്. One way to improve the efficiency of bipolar transistor is use a narrow band gap material from the base for the base region. നമ്മൾ BJT എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ബേസ് റീജിയനിൽ ഈ നാരോ ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആസ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി. സോ ആ ബേസ് റീജിയനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? നമ്മൾ സിലിക്കൺ ജർമേനിയം ബാൻഡ് ഗ്യാപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഹെട്രോസ്ട്രക്ചർ വെച്ച് റീപ്ലേസ് ചെയ്യും. അത് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുമാണ് ഇതിനകത്തുള്ളത്, ഹെട്രോസ്ട്രക്ചേഴ്സിനകത്തുള്ളത്.